ഇത്തരത്തിലുള്ള രസകരമായ ചില കാഴ്ചകൾ കൂടി നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുണ്ട്. ഒപ്പം തന്നെ നമ്മോടൊപ്പം കുട്ടേട്ടൻ ചേരുന്നുണ്ട്. പെരുവരം കുട്ടന്മാരാര് കുട്ടേട്ടൻ എല്ലാ നമുക്കറിയാം തൃശ്ശൂരിലെ ആഘോഷങ്ങളിലൊക്കെ കുട്ടേട്ടന്റെ സാന്നിധ്യം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എങ്ങനെ ഈ തവണത്തെ പുലികളുടെ എല്ലായിടത്തും പോയിരുന്നു? ഞാൻ ഈ വിയ്യൂർ ദേശം എനിക്ക് വളരെയധികം സൗഹൃദമുള്ളതാണ്. അപ്പം ഞാൻ വിയ്യൂരെത്തി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എത്തണം. വിയ്യൂക്കാര് ഏത് കാര്യത്തിലും മുൻപന്തിയിൽ പുലിക്കളിയിൽ എത്താറുണ്ട്. പലപ്പോഴും സുഹൃത്തുക്കളാണ്. അപ്പോൾ നല്ല ആവേശം പകരുന്ന പുലിക്കളി ടീമാണ് വിയ്യൂരിൻ്റെ. അപ്പോൾ ആദ്യം ഇവിടെ വന്നു. മറ്റുള്ള സ്ഥലത്ത് ഞാൻ പോകണം എന്ന് കാണാൻ പറ്റാറുണ്ട് എല്ലാവർക്കും. അപ്പം ഞാൻ കാണാറുണ്ട്. കുട്ടിക്കാലം മുതൽക്ക് പൂരം പോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ താലോലിക്കുന്നതാണ് പുലിക്കളി. ആ പുലിക്കളിയുടെ നൃത്തവും പുലിരൂപവും സംയോജിച്ച് ആസ്വാദകർ സന്തോഷിക്കുക. ഓണക്കാലം അടിപൊളിയാകാൻ നമുക്ക് പുലികളുടെ കൊട്ട് കേൾക്കുമ്പോൾ ഒരു വാദ്യകലാകാരനെനിക്ക് ചേട്ടൻ എന്താ തോന്നാറുണ്ട്? വാദ്യകല പൂരത്തിന്റെ മേളം, പാണ്ഡിമേളം, മെലിഞ്ഞിത്ര മേളം, പഞ്ചവാദ്യം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വേറൊരു താളപദ്ധതിയാണ്. ഇത് പുലിക്കളിയുടെ താളം എന്ന് പറയുന്നത് പുലിക്ക് നൃത്തം ചെയ്യാനും അതുപോലെ ആസ്വാദകന് പുലിയെ നൃത്തം ആസ്വദിക്കാനും പാകത്തിനുള്ള താള പദ്ധതിയാണ് പുലിക്കളിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഏത് മനുഷ്യന്റെ മനസ്സും തുടിക്കും. നമ്മുടെ മനസ്സിലെ താളമുള്ളവരെല്ലാം പുലിയുടെ താളം കേൾക്കുമ്പോൾ നമ്മളൊപ്പം തുള്ളും. താളമാണ്, പക്ഷെ നമ്മളൊക്കെ താളം പിടിക്കാൻ പ്രേരിപ്പിച്ചു. അതന്നെ എന്ന് പറയുമ്പോൾ പുലിയായിട്ട് നമ്മൾ ആ താളത്തിൽ കൂടെ നമ്മുടെ മനസ്സ് അവരിലേക്ക് എത്തുകയാണ്. കുട്ടിക്കാലത്തുള്ള പുലികളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ലേ? കുട്ടിക്കാലത്ത് കാണുന്ന പുലികളും ഇപ്പോഴത്തെ പുലികളും ഒരുപാട് മാറ്റം. പുലി എന്ന് പറയുന്നത് പുലിയുടെ 100-110% പുലിയുടെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെട്ടതാണ്. കാരണം ശില്പികളാണ് ഇത് രൂപപ്പെടുത്തുന്നത്. രാമേന്ദ്രൻ ശില്പിക്ക് കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ ആളാണ് പുലിയെ തയ്യാറാക്കുന്നത്. ഈ ഓരോ പുലിയും ഒറിജിനൽ പുലിയുടെ രൂപമാക്കാൻ ഇതേപോലത്തെ കരവിരുതുകൾ ഞാൻ ഇന്ന് രാമേന്ദ്രന്റെ ശിഷ്യനായിട്ട് ബ്രഷ് എടുക്കുകയാണ്. ഇവിടെ പുലിയുടെ രൂപത്തില് ബ്രഷ് ചെയ്യാൻ സാധിച്ചത് ഒരു പുതിയ അനുഭവമാണ്. അതായത് രാമേന്ദ്രൻ നന്നായിട്ട് പാട്ട് പാടും, ശില്പിയാണ്, ചേർപ്പുകാരനാണ്. ഇന്നിവിടെ വന്നപ്പോൾ പുലിയുടെ ആചാനാണ്. അപ്പോൾ നല്ല ശില്പികളാണ് ഈ പുലിയെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ പുലിയും ഒറിജിനൽ പുലിയാണ്. അവരുടെ നൃത്തം അവർ കാലങ്ങളായിട്ട് പഠിച്ച് നൃത്തം ചെയ്യുന്നതാണ്. ഇത് വളരെ ശ്രമകരമായൊരു പണിയാണ്. എത്ര ദിവസത്തെ ആചാരാനുഷ്ഠാനം ചെയ്തിട്ടാണ് ഇതിന് ഇന്ന് കാലത്ത് മുതൽ ഇതിന് വേഷം കെട്ടി വൈകുന്നേരം കഴിയുന്നവരെ ഈ പുലിയായി തുള്ളാനുള്ള സ്റ്റാമിന വേണം. ആ മനസ്സും ശരീരവും ഒന്നായിട്ട് ഇതിൽ പ്രവർത്തിക്കാനുള്ള കഴിവ്, ഒരു ഈശ്വരന്റെ അനുഗ്രഹം വേണം. അതെ. അപ്പോൾ അവർ ശരിക്കും ഇതൊരു ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ആണ് പുലിയായിട്ട് വരുന്നത്. ഓരോ അനുഷ്ഠാനവും ആചാരവും ഒക്കെ നമുക്ക് മനുഷ്യന്റെ മനസ്സിന് ഏകാഗ്രത കിട്ടാനും സന്തോഷിക്കാനും സാന്ത്വനം കിട്ടാനും സമാധാനം കിട്ടാനും ഒക്കെയാണ് ഈ കലകള്. തൃശ്ശൂരിനെ മാത്രമല്ല, ഈ ഒരു ദിവസം ഈ പുലികളി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് തൃശ്ശൂരിലേക്ക് എത്തുന്നുണ്ട്. പണ്ട് തൃശ്ശൂരിന്റെ മാത്രമായിരുന്ന ഒരു സാംസ്കാരിക ഉത്സവം കേരളത്തിന്റെ മൊത്തമാവുകയാണ്. എന്താ സംശയം? തൃശ്ശൂർ പൂരമാണ് തൃശ്ശൂരിന്. അതേപോലെ തന്നെ പൂരം കഴിഞ്ഞാൽ പുലിക്കളിയാണ് തൃശ്ശൂരിന്റെ. തൃശ്ശൂർക്കാരെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദിക്കും പുലി കെട്ടാറുണ്ടോ എന്ന്, അല്ലെങ്കിൽ മേളം കൊട്ടാറുണ്ടോ, അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറാറുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും തൃശ്ശൂർക്കാർക്ക്. വളരെ സന്തോഷം കിട്ടട്ടെ ഇത്രയും സമയം നമ്മളോടൊപ്പം പങ്കുവെച്ചിട്ട്. എന്താണെങ്കിൽ ഇനിയും മറ്റിടങ്ങളിലൊക്കെ പോയി അദ്ദേഹം ആ പുലികളിയുടെ ഒരു ആവേശം ആസ്വദിക്കുകയാണ്, അത് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്